ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ബംഗളൂരുവിലെ വീട്ടിൽ നിന്ന് ജന്മനാടായ പാലക്കാട് എത്തിച്ചു. അല്പസമയത്തിനകം വീട്ടിലെത്തിക്കും. നാളെ എളമ്പുലശ്ശേരി യു പി സ്കൂളിൽ നിരഞ്ജന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വിവരങ്ങളുമായി എ ലതീഷ് ചേരുകയാണ്. ലതീഷ്, എപ്പോഴായിരിക്കും മൃതദേഹം വീട്ടിലെത്തിക്കുക? ഒപ്പം ആരാണ് ഔദ്യോഗികമായി മൃതദേഹം ഏറ്റുവാങ്ങിയത്? അഞ്ചു 4 മണിയോടുകൂടിയാണ് നിരഞ്ജന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക ഹെലികോപ്റ്റർ പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയത്. പാലക്കാട് ജില്ലാ കളക്ടർ പി മേരിക്കുട്ടിയുടെ നേതൃത്വത്തിൽ MLA മാരായ AK ബാലൻ, M ഹംസ, അതേപോലെ തന്നെ K അച്യുതൻ എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. ഇപ്പോൾ പാലക്കാട് നിന്നും മണ്ണാർക്കാട്ടേക്കുള്ള യാത്ര തുടരുകയാണ്. ഏകദേശം 5:30 തന്നെ മൃതദേഹം ഞാനിപ്പോൾ നിൽക്കുന്ന നിരഞ്ജൻ്റെ ഇളയച്ചൻ്റെ വീട്ടിൽ എത്തിച്ചേരും. ഇവിടെയാണ് ഇന്ന് മൃതദേഹം സൂക്ഷിക്കുക. ഇവിടെ കുടുംബാംഗങ്ങളായിരിക്കും ആദ്യം മൃതദേഹം കാണുക. അതിനുശേഷം നാട്ടുകാരായ നിരവധി പേർ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവർക്ക് മൃതദേഹം കാണാനുള്ള അവസരവും ഉണ്ടാവും. രാത്രി 10 മണിയോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാസർഗോഡ് നിന്നും വീട്ടിലെത്തും എന്നുള്ള അറിയിപ്പ് ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മറ്റ് ജനപ്രതിനിധികളും അതേപോലെ തന്നെ ഈ പ്രദേശത്തുള്ള നാട്ടുകാരും അടക്കുന്ന വലിയൊരു ജനാവലി ഇന്നും നിരഞ്ജന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേരും. നാളെ 7 മണി മുതൽ 11 മണി വരെയാണ് പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. അത് എളമ്പുലശ്ശേരി KUP സ്കൂളിലാണ് അതിനുള്ള സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ക്രമീകരണം. അതിനാവശ്യമായ എല്ലാ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ എല്ലാ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ജില്ലാ കളക്ടർ രാവിലെ ഇവിടെ എത്തിയിരുന്നു. ഇതിൻ്റെ എല്ലാ പുരോഗതിയും വിലയിരുത്തിയ ശേഷമാണ് അവർ ഇവിടെ നിന്നും മടങ്ങിയത്. ഇപ്പോൾ മൃതദേഹവും അനുഗമിച്ചുകൊണ്ട് ജില്ലാ കളക്ടറും അതേപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് പൊതുദർശനം ഇവിടെ ഉണ്ടാകും. അതിനുശേഷം നാളെ മൃതദേഹം എളമ്പുലശ്ശേരി KUP സ്കൂളിലേക്ക് മാറ്റും. NSG മേജർ തുഷാർ മേനോൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈനികരാണ് മൃതദേഹം അനുഗമിക്കുന്നത്. ഒപ്പം കോയമ്പത്തൂരിൽ നിന്നുള്ള സൈനികരും ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ എത്തിയിരുന്നു. വിക്ടോറിയ കോളേജിൽ കുറച്ച് ആളുകൾ മൃതദേഹം കാണാനായി വന്നിരുന്നു. അവർക്ക് അവിടെ കാണാനുള്ള ഒരു സൗകര്യവും ഒരുക്കി. അതിനുശേഷമാണ് അവിടെ നിന്നും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ വീട്ടിലെ ലക്ഷ്യമാക്കിക്കൊണ്ട് വരുന്നത്. ഇവിടെ എത്തിയ ശേഷം ആളുകൾക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കി കഴിഞ്ഞു. രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച നിരഞ്ജന് എല്ലാ അർത്ഥത്തിലുമുള്ള യാത്രയയപ്പ് നൽകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ വീട്ടിലും അതേപോലെ തന്നെ നാളെ പൊതുദർശനത്തിന് വെക്കുന്ന സ്കൂളിലും തയ്യാറാക്കിയിട്ടുണ്ട്. അഞ്ജു, വീരമൃത്യു വരിച്ച നിരഞ്ജന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. അല്പസമയത്തിനകം തന്നെ വീട്ടിൽ എത്തിക്കും. വിവരങ്ങളാണ് ലതീഷ് നൽകിയത്.